നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറ്റുപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിലെ CNG ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. എളവള്ളിയിൽ ഹെലിപാഡ് നിർമ്മിക്കുമെന്ന് 2024-25 പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി സൗജന്യമായി 1.61 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തി വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. മദ്യലഹരിയിൽ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് അക്രമം നടത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർമാരെ പ്രതികൾ ആക്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഗുരുവായൂരിൽ TN പ്രതാപന്റെ കട്ടൌട്ട് ഉയർന്നു. കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം എണ്ണൽ സുഗമമാക്കാൻ പുതിയ കറൻസി എണ്ണൽ യന്ത്രമെത്തി. TVS ഗ്രൂപ്പാണ് ഗുരുവായൂരപ്പന് വഴിപാടായി വോട്ടെണ്ണൽ യന്ത്രം സമർപ്പിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. ആറ്റുപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾക്ക് പരിക്കേറ്റു. പോർക്കുളം ആണ്ടിയത്ത് മുഹമ്മദ് ഷെരീഫ്, ഭാര്യ ഷംസി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെ ആറ്റുപുറം പള്ളിക്ക് സമീപം വെച്ചായിരുന്നു അപകടം. ആറ്റുപുറത്ത് നിന്ന് വരികയായിരുന്ന കാറും വടക്കേക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതേസമയം കാറിലെ CNG ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ അജിത് കുമാർ, സുനിൽ, ഷിബു, സമീർ, ഷിയാസ്, അമൽ, ദീപു, പ്രകാശൻ, ജോയ്, വടക്കേക്കാട് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗോപിനാഥൻ, സിവിൽ പോലീസ് ഓഫീസർ ഷാജി എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം സിലിണ്ടർ വാഹനത്തിൽ നിന്നും അഴിച്ചുമാറ്റി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് നിർവീര്യമാക്കുകയായിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം. മദ്യലഹരിയിൽ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി പട്ടിയത്ത് വളപ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള അഖിൽ, നെല്ലുവായ് സ്വദേശി കുട്ടഞ്ചേരി വീട്ടിൽ 22 വയസ്സുള്ള സുമിത്ത്, കുന്നംകുളം സ്വദേശി കൂർക്കപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. പ്രതികൾ ബീവറേജിന് സമീപം അമിതമായി മദ്യപിച്ച് അക്രമം നടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർമാരെ പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഗുരുവായൂരിൽ TN പ്രതാപന്റെ കട്ടൌട്ട് ഉയർന്നു. കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. പ്രതാപത്തോടെ വീണ്ടും നമ്മുടെ TN പ്രതാപൻ നമ്മുടെ പ്രിയ തേരാളി എന്നെഴുതിയ കട്ടൌട്ടിൽ കൈപ്പത്തി ചിഹ്നവുമുണ്ട്. പ്രതാപന്റെ വിശ്വസ്തനായ OKR മണികണ്ഠനാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ലെങ്കിലും ഗുരുവായൂരിൽ പ്രതാപനായി പ്രചരണം സജീവമാവുകയാണ്. പ്രതാപനാകും സ്ഥാനാർത്ഥിയെന്ന് ഗുരുവായൂരിൽ നടന്ന മുൻ MLA V ബലറാമിന്റെ അനുസ്മരണത്തിൽ VM സുധീരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ മുന്നറിയിപ്പ് ബോർഡ് മറച്ചാണ് TN പ്രതാപന്റെ കട്ടൌട്ട് വെച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് പാർക്കിംഗ് ഗ്രൗണ്ടുകളെക്കുറിച്ച് വിവരം നൽകുന്നതിനായി സ്ഥാപിച്ച ബോർഡും PWD സ്ഥാപിച്ച സൂചനാ ബോർഡും മറച്ച് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. എളവള്ളിയിൽ ഹെലിപാഡ് നിർമ്മിക്കുമെന്ന് 2024-25 പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി സൗജന്യമായി 1.61 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തി വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് നടത്തിയ പ്രസംഗത്തിൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. ടൂറിസം പദ്ധതികൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. 30.57 കോടി രൂപ വരവും 30 കോടി രൂപ ചെലവും 56.72 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ TC മോഹനൻ, KD വിഷ്ണു, പഞ്ചായത്ത് അംഗങ്ങളായ NB ജയ, രാജി മണികണ്ഠൻ, ലിസി വർഗീസ്, സുരേഷ് കരുമത്തിൽ, PM അബു, MP ശരത്ത്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് അലിയാസ് രാജൻ എന്നിവർ സംസാരിച്ചു. സേവന മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനാണ് ഏറെ പ്രാധാന്യം. മികച്ച ഫാർമസി പരിശോധന മുറികൾ, എക്സ്റേ, ഇരിപ്പിടങ്ങൾ, മരുന്നു വിതരണം എന്നിവയ്ക്ക് തുക അനുവദിച്ചതിനു പുറമെ ആയുർവേദം, ഹോമിയോപ്പതി, പാലിയേറ്റീവ് കെയർ എന്നിവയുടെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും പദ്ധതിയുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ചെറുകിട വ്യവസായം,
പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് 1.76 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 2.16 കോടി രൂപയും വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് 1.17 കോടി രൂപ ചെലവിട്ട് പറക്കാട് പ്രദേശത്ത് വാങ്ങിയ 226 സെന്റ് സ്ഥലത്ത് 126 കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നതിനും ഖരമാലിന്യ സംസ്കരണത്തിനും തുക അനുവദിച്ചു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പോത്തൻകുന്നിൽ പാർക്ക്, കാക്കശ്ശേരിയിൽ ഇന്ദ്രാഞ്ചിറ മ്യൂസിക് ഫൗണ്ടൻ, ചേലൂർക്കുന്നത്ത് കുട്ടികളുടെ പാർക്ക് എന്നിവയ്ക്ക് തുക നീക്കിവെച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് ബയോ ഡൈജസ്റ്റർ പോർട്ട് ഡയപ്പർ ഡിസ്ട്രോയർ, ഗോബർമൻ പദ്ധതി പ്രകാരം കോഴി മാലിന്യ സംസ്കരണം, ഹരിതകർമ്മ സേന വഴി അജൈവ മാലിന്യങ്ങളുടെ ശേഖരണം, ഇൻസിനറേറ്റർ, തുമ്പൂർമൊഴി മാതൃക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, തെരുവോരങ്ങളിൽ ബോട്ടിൽ ബൂത്ത് എന്നിവയാണ് ബജറ്റിലുള്ള മറ്റു പദ്ധതികൾ. പശ്ചാത്തല മേഖലയിൽ ചിറ്റാറ്റുകര ടാക്സി സ്റ്റാൻഡ്, കമ്മ്യൂണിറ്റി ഹാൾ, ബ്രഹ്മകുളം വില്ലേജിൽ കളിസ്ഥലം എന്നിവയ്ക്കും ചിറ്റാറ്റുകര കിഴക്കേതല സെന്റർ, പൂവത്തൂർ സെന്റർ, താമരപ്പള്ളി സെന്റർ, പോൾമാസ്റ്റർ പടി സെന്റർ എന്നിവയുടെ വികസനത്തിനും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം എണ്ണൽ സുഗമമാക്കാൻ പുതിയ കറൻസി എണ്ണൽ യന്ത്രമെത്തി. TVS ഗ്രൂപ്പാണ് ഗുരുവായൂരപ്പന് വഴിപാടായി നോട്ടെണ്ണൽ യന്ത്രം സമർപ്പിച്ചത്. 10 മുതൽ 500 രൂപ കറൻസികൾ വരെ വേഗത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന വോട്ടെണ്ണൽ യന്ത്രത്തിന്റെ സമർപ്പണം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം ഭണ്ഡാരം കൗണ്ടിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, CFO KP സജിത്ത്, DAമാരായ P മനോജ് കുമാർ, K ഗീത, KS മായാദേവി എന്നിവർ സന്നിഹിതരായിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീൻ MLAയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിൽ 6 ബാങ്ക് അക്കൗണ്ടിലുള്ള 40 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട്. തൃശൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണ പരിധിയിലാണ്. സ്വത്ത് വിശദാംശങ്ങൾ, ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ED AC മൊയ്തീനോട് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല. കേസിൽ അന്വേഷണം നേരിടുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധുവാണ് AC മൊയ്തീൻ. കടവല്ലൂർ പാടത്തിന്റെ ഇരുവശങ്ങളിലും മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. പാതയോരത്തിന് ഇരുവശങ്ങളിലും പൊന്തക്കാടുകൾ നിറഞ്ഞതിനാൽ സാമൂഹ്യവിരുദ്ധർക്ക് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കാൻ സൗകര്യമാവുകയാണ്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം, അറവ് മാലിന്യം, കോഴി വേസ്റ്റ്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, മദ്യക്കുപ്പികൾ ഇതെല്ലാം നിറഞ്ഞ് സ്ഥിര മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുകയാണ് പാടം. നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ കടവല്ലൂർ പഞ്ചായത്ത് ഇടപെട്ട് ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇപ്പോൾ ക്യാമറ പോലും പരിസരത്തില്ല. എല്ലാത്തിനും സാക്ഷിയായി ക്യാമറ സ്ഥാപിച്ച ഇരുമ്പുകാൽ മാത്രം ഉണ്ട്. ക്യാമറ വീണ്ടും സ്ഥാപിക്കാത്തത് ദുരൂഹത ഉയർത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരു തവണ ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ മാലിന്യം തള്ളുകയും ചെയ്തിരുന്നു. ക്യാമറ നശിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ലെന്നും ആരോപണമുണ്ട്. രാത്രികാലങ്ങളിൽ കുന്നംകുളം പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചാക്കുകളിൽ തള്ളുന്ന അറവ് മാലിന്യം തെരുവുനായകൾ റോഡിലേക്ക് വലിച്ചഴിച്ച് ഇടുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി ഭക്തിസാന്ദ്രമായി. ധനു 1 ഭഗവതിക്കെട്ടിൽ ആരംഭിച്ച കളമ്പാട്ട് മഹോത്സവത്തിന് താലപ്പൊലിയോടെ സമാപനമായി. താലപ്പൊലിയോടനുബന്ധിച്ച് സ്വർണ്ണക്കിരീടവും പൊൻവാളും സ്വർണ്ണമാലകളുമായി സർവാഭരണ വിഭൂഷിതയായാണ് ഭഗവതി ഭക്തജനത്തിന് ദർശന സായുജ്യമരുളിയത്. ഇടത്തിരികത്ത് വാഴുന്ന ഭഗവതിയുടെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ ഉച്ചപൂജയടക്കമുള്ള പതിവ് പൂജകൾ നേരത്തെ അവസാനിപ്പിച്ച് കണ്ണന്റെ ശ്രീലകം രാവിലെ 11 അടച്ചു. തുടർന്ന് വാൽക്കണ്ണാടിയും തിരുവുടയാടയുമായാണ് ഭഗവതി പുറത്തേക്കെഴുന്നള്ളിയത്. ഉച്ചയ്ക്ക് 12 കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റിയുള്ള കിഴക്കോട്ടെഴുന്നള്ളിപ്പിന് കൊമ്പന്മാരായ ഗോകുലും ചെന്താമരാക്ഷനും ഇടംവലം അണിനിരന്നു. പഞ്ചവാദ്യത്തോടെ പുറത്തേക്കെഴുന്നള്ളിപ്പിൽ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെയും ചെർപ്പുളശ്ശേരി ശിവന്റെയും നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരും തിരുവല്ല രാധാകൃഷ്ണനും നയിച്ച പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് ഗോപുരത്തിന് സമീപത്തെത്തിയതോടെ നടക്കൽപ്പറ ആരംഭിച്ചു. ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. പറയെടുപ്പിൽ 100 കണക്കിന് ഭക്തരാണ് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയത്.
നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, മഞ്ഞൾപ്പൊടി, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച പറകൾ ചൊരിഞ്ഞും പൂക്കളെറിഞ്ഞുമാണ് കോമരം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയത്. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണം നടത്തി. രാത്രിയിലും പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി. നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി. മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റായി സി.വി. ജാക്സൺ ചുമതലയേറ്റു. കുന്നംകുളം ഇട്ടിമാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ കൺവെൻഷൻ കെ.പി.സി.സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 40 വർഷത്തോളമായി സി.വി. ജാക്സൺ കോൺഗ്രസ് പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചു വരികയാണ്. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി, INTUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, മാർക്കറ്റ് യൂണിയൻ ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ബിജു സി. ബേബി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CI.E.T. മാത്യു, കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന കെ. ജയശങ്കർ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB. രാജീവ്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ഭരണസമിതി ബജറ്റിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ വർഷത്തെ നീക്കിയിരിപ്പടക്കം 18,61,62,422 രൂപ വരവും 17,83,47,955 രൂപ ചെലവും 88,14,467 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിടത്തിനും ബജറ്റിൽ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസം, കുടിവെള്ളം, ശുചിത്വം തുടങ്ങി സമസ്ത മേഖലകൾക്കും തുല്യ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ഭരണസമിതി ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് രാമകൃഷ്ണൻ പറഞ്ഞു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ 24-ാം വാർഡിൽ ചീരംകുളം ക്ഷേത്രത്തിനടുത്ത് പുതിയ റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ കുന്നംകുളം താലൂക്കിലെ 103-ാമത്തെ റേഷൻ കടയാണ് തുറന്നത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനവും ആദ്യ റേഷൻ വിതരണവും നിർവഹിച്ചു. കാരണം ഇപ്പോൾ NFSA ആക്ട് നടപ്പാക്കിയതാണ്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പോൾ നമുക്ക് മുമ്പ് എല്ലാവർക്കും കിട്ടിയിരുന്ന റേഷൻ ഇപ്പോൾ കുറച്ചു പേർക്കായി പരിമിതപ്പെട്ടു. മുൻഗണനാ കാർഡുകൾ എന്നുള്ളൊരു വിഭാഗം വന്നു, AY കാർഡുകൾ വന്നു. അവർക്ക് മുഴുവൻ സൗജന്യമാണ്. അതിനു പുറമെ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന പലരും ഒഴിവാക്കപ്പെട്ടപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ സബ്സിഡി കൊടുത്തത് മറ്റൊരു വിഭാഗം ആളുകൾ കൂടി സബ്സിഡിയോടുകൂടി റേഷൻ വിതരണം ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T. സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ, റേഷൻ സംഘടന സംസ്ഥാന ഭാരവാഹികളായ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, MM നൌഷാദ്, KA സോമൻ, EA ദിനമണി, അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ KN സതീഷ് കുമാർ, റേഷനിംഗ് ഇൻസ്പെക്ടർ PP സഞ്ജയ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 485-ൽ പരം കുടുംബങ്ങൾക്ക് പുതിയ റേഷൻ കട ഉപകാരപ്രദമാകും. ചീരംകുളത്ത് പുതിയ റേഷൻ കട യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തുകാർക്ക് ദൂരയാത്ര ഒഴിവാകും. ആർത്താറ്റ്, പൊർക്കളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നാണ് നിലവിൽ ഇവിടത്തുകാർ റേഷൻ വാങ്ങിയിരുന്നത്. MK സജീവന്റെ പേരിലാണ് റേഷൻ കട ലൈസൻസി. CCTV ന്യൂസ്, കുന്നംകുളം. കടവല്ലൂർ പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിട പദ്ധതിക്കാണ് ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുള്ളത്. പ്രാരംഭ ബാക്കി 3,72,07,652 രൂപയും 24,14,86,000 രൂപ വരവും ചേർത്ത് 30,22,49,052 രൂപ വരവും 26,79,00,000 രൂപ ചെലവും 1,13,93,652 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫൗസിയയാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ ആബാലവൃന്ദം ജനങ്ങളുടെയും അടിസ്ഥാന സൗകര്യത്തിനാണ് ഭരണസമിതി ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പാർപ്പിടത്തിനു പുറമെ മാലിന്യ സംസ്കരണത്തിനും കാർഷിക മേഖലയ്ക്കും
പശ്ചാത്തല വികസന സൗകര്യമടക്കമുള്ള വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പൂളക്കൽ, പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, സെക്രട്ടറി ഉല്ലാസ് കുമാർ, വിവിധ വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച നടക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവത്തിന് തന്ത്രി അണ്ടലാടി പ്രേമേശ്വരൻ നമ്പൂതിരി കൊടിയേറ്റി. ഈ മാസം 11-നാണ് ഉത്സവം. സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് മനോജ് മേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സോപാനം പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ച കൊണ്ടരാമളപ്പിൽ ശശിധരൻ, പുതിയ പഞ്ചലോഹ ഗോളക സമർപ്പിച്ച പൂക്കോട്ടിൽ അച്യുതന്റെ മകൾ ശോഭന രാമു എന്നിവരെയും, ക്ഷേത്രം കഴകം നാരായണൻ നമ്പീശൻ, ക്ഷേത്രം പാന കലാകാരൻ രാജൻ അരികന്നൂർ, വാദ്യകലാകാരൻ സുനിൽ അഗതിയൂർ, അക്കാദമിക് രംഗത്തും സാഹിത്യരംഗത്തും നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ നീതു സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം സെക്രട്ടറി KS പ്രദീപ്, KT സഹദേവൻ, സദാനന്ദൻ താമരശ്ശേരി, KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ട അധ്യാപക നിയമനം അവർക്ക് നൽകാതെ ഭിന്നശേഷിക്കാരല്ലാത്ത ഉദ്യോഗാർത്ഥിയെ നിയമിച്ച മാനേജ്മെന്റ് നിയമനം വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയതായി VS ശോഭനൻ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ കഴിഞ്ഞ വർഷം മെയ് 31-ന് വിരമിച്ച അധ്യാപിക ഒഴിവിലേക്ക് മാനേജ്മെന്റ് നിയമിച്ച റിൻസി ചാക്കോയുടെ നിയമനമാണ് ഭിന്നശേഷി സംവരണ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ റദ്ദാക്കിയത്. സംവരണ നടപടി പാലിക്കാത്ത സാഹചര്യത്തിൽ മാനേജ്മെന്റ് നിയമിച്ച ഉദ്യോഗാർത്ഥിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് കുന്നംകുളം ഉപജില്ലാ ഓഫീസർ മൊയ്തീൻ വ്യക്തമാക്കി. പഴഞ്ഞി കരിയാമ്പ്ര സ്വദേശി VS ശോഭനൻ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നവകേരള സദസ്സ് വഴി പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപികയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയത്. അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗാർത്ഥിയെ തഴഞ്ഞ് അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് കോഴ വാങ്ങിയതായുള്ള ആരോപണം നിലനിൽക്കുന്നതായി ശോഭനൻ പറഞ്ഞു. ഇതു സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം നടത്തി. ചിറ്റിലാങ്കാട് നോർത്ത് ബ്രാഞ്ചിലെ പാടശേഖരത്തിൽ CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ അധ്യക്ഷനായി. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി V ശങ്കരനാരായണൻ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർ MK ശശിധരൻ, CPIM ചിറ്റിലാങ്ങാട് നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് കുടിവെള്ള വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുടിവെള്ള ടാങ്കിന്റെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, നാൻസി ആന്റണി, TP പ്രജീഷ്, PS സന്ദീപ് എന്നിവർ സംസാരിച്ചു. പദ്ധതി വിഹിതത്തിൽ നിന്നും 96,720 രൂപ ചെലവഴിച്ച് 31 ഗുണഭോക്താക്കൾക്കാണ് കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തത്. 3,120 രൂപ വിലയുള്ള ടാങ്കിന് 75% സബ്സിഡി കഴിച്ച് 750 രൂപയാണ് ഗുണഭോക്തൃ വിഹിതമായി അടച്ചത്. പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വെള്ളം ലഭിക്കാതായതോടെ ശുദ്ധജലക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുകയാണ് കാട്ടകമ്പൽ പഞ്ചായത്തിലെ നടുമുറിയിലെ 10ഓളം കുടുംബങ്ങൾ. 3 മാസമായി ഈ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. വെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പൊതുകിണർ വറ്റിയതോടെ ശുദ്ധജലം ലഭിക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് വീട്ടുകാർ. പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും ഉയരമുള്ള നടുമുറി ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല. പൊതുകിണറ്റിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. പൊതുകിണർ കൂടി വറ്റിയതോടെ വെള്ളത്തിന് വഴി കാണാതെ വലയുകയാണ് പ്രദേശവാസികൾ. മേഖലയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം ഏറെ രൂക്ഷമാകാൻ കാരണം ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷനിൽ വെള്ളം തീരെ കിട്ടാറില്ല. 3 മാസം മുന്നേ വരെ കുറച്ചെങ്കിലും കിട്ടിയിരുന്നു. ഇപ്പോൾ തീരല്ല. 3 മാസത്തോളമായിട്ട് തീരെ വെള്ളം കിട്ടാറില്ല. പിന്നെ പഞ്ചായത്ത് കിണറാണ് ആകൂട്ടിൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൈപ്പ് കണക്ഷനിൽ വെള്ളം വരാത്തതാണ് അതിൽ കോരി അത് വെച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെള്ളം തീരെയില്ല. ഞങ്ങൾക്ക് ഈ കിണറൊന്നും ഇല്ലാത്ത വീടാണ് ഈ ചുറ്റുഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ അവിടെയുള്ള ആശ്രയം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കിണറായിരുന്നു, അത് പറ്റി. ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ പള്ളിയിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം. പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 10, 11 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ശനിയാഴ്ച ക്ഷേത്രത്തട്ടകത്തെ വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം വഴിപാടായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള മുതലായ പാരമ്പര്യേതര വേലകൾ, താളമേള, വർണ്ണപ്പെരുമകളോടെ വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രമൈതാനിയിൽ പ്രവേശിക്കും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം വെളിച്ചപ്പാടെത്തി ദേവിയുടെ അനുഗ്രഹവർഷം ഏറ്റുവാങ്ങി ആഘോഷങ്ങൾ രാത്രി 7:30 അവസാനിക്കും. തുടർന്ന് ഗാനമേളയും ഉണ്ടാകും. പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, മറ്റു വിശേഷാൽ പൂജകൾ, നടപ്പറ എന്നിവയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഗജവീരൻ വലിയപുരക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ തന്നെ 25 പ്രാദേശിക പൂരങ്ങളുടെ വരവ് ആരംഭിക്കും. വൈകിട്ട് 5 മണിയോടുകൂടി പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് പേരുകേട്ട 50 ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണം വഹിക്കും. 6:30 പരമ്പരാഗത വേലവരവും ശേഷം ദീപാരാധന, മേലേക്കാവിൽ വേല, നടക്കൽപ്പറ, വെളിച്ചപ്പെടൽ, കേളി, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും. 7 മണിക്ക് നടക്കുന്ന ഫാൻസി വെടിക്കെട്ടോടെ പകൽപൂരം സമാപിക്കും. രാത്രി 7:30 ഗാനമേള, 12 മണിക്ക് തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. പുലർച്ചെ 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. വരുന്ന 10, 11 തീയതികളിലാണ്. 10-ാം തീയതി തെയ്യാഘോഷം, 11-ാം തീയതി ആനപ്പൂരം. ഇങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ മുന്നോടിയായിട്ട് മകരച്ചൊവ്വ, പാന, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ പട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുതലേ, അതായത് 6-ാം തീയതി മുതലേ ക്ഷേത്രാങ്കണത്തില് വിവിധ സംഘടനകൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പരിപാടി, നാടകം, ഗാനമേള, അതുപോലെ തന്നെ നട തുറക്കുന്ന ദിവസം രാവിലെ പാനപൂജ, ഗുരുത്തി സമർപ്പണം, കൂറവലിക്കൽ, ചാത്തൻതറയിൽ കലശം എന്നീ ചടങ്ങുകളോടെ ഈ വർഷത്തെ ചീരംകുളം താലപ്പൊലി മഹോത്സവം സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് KB അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി KK സഞ്ജയ് കുമാർ, ട്രഷറർ MC അപ്പു, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KS ബിനോയ്, AK സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം റിട്ടയർഡ് ഡിവൈഎസ്പി TT തോമസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡിവൈഎസ്പി ഡോക്ടർ KB സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി AC നന്ദകുമാറിനെയും സെക്രട്ടറിയായി MP വർഗീസിനെയും ട്രഷററായി സുരേന്ദ്രൻ മുല്ലശ്ശേരിയെയുമാണ് തെരഞ്ഞെടുത്തത്. റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ MN വാസു വരണാധികാരിയായിരുന്നു. N ചന്ദ്രൻ, C ബാബു ജോൺ, EM ഇഗ്നേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ജീവചരിത്രം വിശദീകരിക്കുന്ന ദിദിമോസ് മെഗാ നാടകം പാരിഷ് ഹാളിൽ നടന്നു. ആർച്ച് പ്രിസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സഹവികാരി ഫാദർ ആൻഡോ രായപ്പൻ, പ്രിൻസിപ്പാൾ KK റൂബിൻ, PTA പ്രസിഡന്റ് സുഭാഷ് മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ ജോയ്സ് ടീച്ചർ, സെക്രട്ടറി സിമി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. വിശ്വാസ പരിശീലന PTA നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇടവകക്കാരും ചേർന്ന 200ഓളം കലാകാരന്മാരാണ് മെഗാ നാടകത്തിൽ അഭിനയിച്ചത്. തൃശൂർ അതിരൂപത മീഡിയ സെൽ ഇൻചാർജും കടുക് ഷോർട്ട് ഫിലിമിലെ പ്രധാന അഭിനേതാവുമായ റവറന്റ് ഫാദർ ജിജോ ആലപ്പാടനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഫാദർ ഫിജോന്റെ നേതൃത്വത്തിൽ 5 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള കുടുംബനാഥൻ വരെ 1 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് നാടകം അരങ്ങിലെത്തിച്ചത്. ഇടവക കേന്ദ്ര സമിതി അംഗങ്ങൾ, ഏകോപന സമിതി അംഗങ്ങൾ എന്നിവരും അഭിനേതാക്കളായിരുന്നു. ഞങ്ങളവരെ കണ്ടു. ഇവിടെ വെച്ച് അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസ്, നമ്മുടെ ഗുരു ജീവിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പ്രവചിച്ച പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ഗുരു സത്യമായ ദൈവപുത്രനാണ്. ഞങ്ങളെല്ലാവരും അവനെ കണ്ടു. അവൻ ഞങ്ങളോട് സംസാരിച്ചു. എപ്പോഴാ അവൻ വന്നത്? അല്പം മുമ്പ്. നീ ഇവിടെ CCTV ന്യൂസ്, ചാവക്കാട്.
യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രവർത്തന യോഗം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, തയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അക്ബർ പഴവൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശരത് തയ്യൂർ, ജിൻസൺ ഫ്രണ്ടോ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണം 12-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പഴവൂരിൽ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ സയൻസ് ഫെസ്റ്റ് നടത്തി. ഗുരുവായൂർ നഗരസഭാ വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചാവക്കാട് BRCയിലെ CRC CBG ചാക്കോ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈജു PS, ജോത്സന മുള്ളക്കൽ എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ഗവേഷണ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചാവക്കാട് BRCയിലെ 25 UP വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പങ്കെടുത്തത്. KM മാണി കർഷക സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേരള യൂത്ത് ഫ്രണ്ട് കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കിടങ്ങൂർ പാടശേഖരത്തിൽ പ്രസിഡന്റ് ബജീഷ് നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നത സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാർലി ഐസക്, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് പീറ്റർ പാവറട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ മുതിർന്ന കർഷകരായ ബാലകൃഷ്ണൻ KC, AI കൃഷ്ണൻകുട്ടി എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ 112-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ TC പീറ്റർ അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി EB നിമ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ ഡെന്നി ഡേവിസ്, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലിജി, സ്റ്റാഫ് പ്രതിനിധികളായ RA റഷീദ, P വനജ, സ്കൂൾ ലീഡർ കുമാരി PV വൈശ്യ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന KP ജെയ്സി ടീച്ചർ, KN ഇന്ദിര ടീച്ചർ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. PTA പ്രസിഡന്റ് OA ഷാജി സമ്മാനദാനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ കലാപരിശീലനം പൂർത്തിയാക്കിയവരുടെ അരങ്ങേറ്റം നടന്നു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുമർ ചിത്രം, കർണാടക സംഗീതം, ഭരതനാട്യം എന്നീ ഇനങ്ങളിൽ 1 വർഷം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കിയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് നഗരസഭ ലൈബ്രറി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, AS മനോജ്, ശൈലജ സുധൻ, A സായിനാഥൻ, കലാപരിശീലകരായ M ശ്രീരഞ്ജിനി, K ശരണ്യ എന്നിവർ സംസാരിച്ചു. ലോക ക്യാൻസർ ദിനത്തിൽ മുണ്ടത്തിക്കോട് 38-ാം ഡിവിഷൻ കൂട്ടായ്മ ക്യാൻസർ ബാധിതരായ ലിയോ ജോൺസൺ, MV വിനോദ് എന്നിവർക്കായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ KR പ്രശാന്ത്, EG സജീഷ് കൺവീനർ, A സുധീഷ് ബാബു ട്രഷററായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ഷൂട്ടൌട്ട് മത്സരം, ബിരിയാണി ചലഞ്ച്, സമ്മാന കൂപ്പൺ വഴികളിലൂടെയാണ് നിധി സമാഹരണം. മന്ദലാംകുന്ന് ഫിഷറീസ് UP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾക്ക് അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തി ശുചിത്വവും ആരോഗ്യശീലവും എന്ന വിഷയത്തിൽ പുന്നൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KT ഹരിദാസ് അവബോധ ക്ലാസ് നൽകി. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് ആശംസകൾ നേർന്നു. സ്കൂൾ കോർഡിനേറ്റർ ഷബാന ടീച്ചർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ പാസാക്കിയ ന്യായ സംഹിതയിൽ ഉൾപ്പെട്ട ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് നിവേദനം സമർപ്പിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ നടത്തുന്ന ഒപ്പുശേഖരണത്തോടനുബന്ധിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റി നഗരത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. TA വേലായുധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CK രവി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി സ്വാഗതവും TV മുഹമ്മദ് നന്ദിയും പറഞ്ഞു. വിവിധ പാർക്കുകളിൽ നിന്നായി നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. കാർഷിക സംസ്കാരം തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വേലൂർ സഹകരണ ബാങ്കിന്റെ നെൽകൃഷി തുടർച്ചയായ 10ാം വർഷത്തിലേക്ക്. നെൽകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനതയും ഗ്രാമത്തിന്റെ കാർഷിക സംസ്കാരവും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 35 ഏക്കർ കൃഷിഭൂമിയിൽ കർഷക കൂട്ടായ്മയൊരുക്കിയാണ് കൃഷി തുടരുന്നത്.
ഗ്രാമീണ അന്തരീക്ഷത്തിൽ തരിശുഭൂമിയുടെ വിസ്തൃതി വർദ്ധിച്ചുവന്ന കാലഘട്ടത്തിലാണ് ബാങ്ക് നെൽകൃഷിയിലേക്ക് ശ്രദ്ധയൂന്നിയത്. ബാങ്കിന്റെ പരിസരത്തുള്ള തരിശിട്ട നെൽവയലുകൾ പാട്ടത്തിനെടുത്താണ് കൃഷി ആരംഭിച്ചത്. ഇതിനായി പ്രദേശത്തെ കർഷകർ, ബാങ്ക് ഡയറക്ടർമാർ, സഹകാരികൾ തുടങ്ങിയവരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. ആദ്യ വർഷങ്ങളിൽ കൃഷി ആദായകരമല്ലെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ ലാഭകരമായി നടത്തുവാൻ കഴിഞ്ഞു. പച്ചക്കറികളിലേറെയും സഹകരണ സംഘത്തിന്റെ തന്നെ സ്റ്റാളിലാണ് വിൽക്കുക പതിവ്. സുരേഷ് മമ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആരാധന SN മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഓഫീസർ അഞ്ജന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു, ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കേങ്കിൽ, മുൻ ബാങ്ക് പ്രസിഡന്റ് ജോസ് വടക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സണ്ണി പുലിക്കോട്ടിൽ, മാക്കേത്ത് ഗോവിന്ദൻകുട്ടി, രവീന്ദ്രൻ വട്ടംപറമ്പിൽ, സജീഷ് വിജയൻ, മണികണ്ഠൻ PR, സരസ്വതി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. മണലി നാഷണൽ LP സ്കൂളിന്റെ 60ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TP പ്രജീഷ് അധ്യക്ഷനായി. PC ഫ്ലെബി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ U മഹേഷ് വിശിഷ്ടാതിഥിയായി. സ്കൂൾ മാനേജർ ആൻഡോ പോൾ എൻഡോമെന്റ് വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക CI ലീന, സ്റ്റാഫ് സെക്രട്ടറി CA ജോഷി, റിട്ടയർഡ് അധ്യാപിക R ശാന്തിനി, PTA പ്രസിഡന്റ് ശീതൾ ജോൺസൺ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK ഹരിദാസ്, MPTA പ്രസിഡന്റ് വിജിഷ മണികണ്ഠൻ, SRG കൺവീനർ പ്രജീഷ് തമ്പി മൂലേപ്പാട്ട്, അധ്യാപക പ്രതിനിധി KA ഷെഫീഖ്, സ്കൂൾ ലീഡർ അഷ്ഫാഖ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സംസ്ഥാന തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ കൊച്ചന്നൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിനി BA ബാസിലയെ പുന്നൂർകുളം കേജ് സ്പോർട്ട് തായ്ക്കൊണ്ടോ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഭാരവാഹികൾ ആദരിച്ചു. വാർഡ് മെമ്പർ ദേവിക, കുന്നംകുളം ട്രോഫി മാൾ ഉടമ റഫീഖ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. കേജ് സ്പോർട്ട് ഡയറക്ടർ ബഷീർ താമരത്ത്, ഷെബീർ, ഷെൻസ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. PM മാർവ, ഫാത്തിമ നസ്രീൻ, നിബ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ചമ്മന്നൂർ ആലുങ്ങൽ ബഷീർ സഫിയ ദമ്പതികളുടെ മകളാണ് ബാസില. ദേശീയ വീരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അധ്യാപകർക്കും മുഴുവൻ അംഗൻവാടി വർക്കർമാർക്കും ആശാപ്രവർത്തകർക്കും പരിശീലനം നൽകി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ E സുഷമ നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CG ജോസഫ്, KF ബാബു, KA ചന്ദ്രൻ, സ്മിത ശങ്കർ മഠത്തിൽ, നിമിഷ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 1 വയസ്സ് മുതൽ 19 വയസ്സുവരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഫെബ്രുവരി 8-നും ഫെബ്രുവരി 15-നും വിരഗുളിക സ്കൂളുകളിലൂടെയും അംഗൻവാടികളിലൂടെയും വിതരണം ചെയ്യും. ബ്ലാങ്ങാട് ഫിഷറീസ് UP സ്കൂൾ വാർഷികാഘോഷം യാത്രയപ്പ് സമ്മേളനവും നടന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, പ്രതിഭകൾക്ക് ആദരം, കണ്ണൻ കേരൻ കൃഷ്ണൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണവും ഉണ്ടായി. 36 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന മീര ടീച്ചറെ ആദരിച്ചു. ദേശീയ സുവർണ മെഡൽ ജേതാവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഗോകുൽ ഓജിയുടെ കളരിപ്പയറ്റ് അവതരണം നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ KA മോഹൻദാസ്, ER സോമൻ, വിദ്യാലയ വികസന സമിതി അംഗം സേതുമാധവൻ, കണ്ണൻ കേരൻ, വിദ്യാലയ വികസന സമിതി അംഗം ബാലകൃഷ്ണൻ കുന്നത്ത്, SSG പ്രതിനിധി രാമദാസ് പുളിഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആശുപത്രി ട്രഷറർ മോൻസി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നീന ജോൺ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡ് കൗൺസിലർ മിനി മോൻസി സന്നിഹിതയായിരുന്നു. മലങ്കര നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് ഉണ്ടായി. പെരുമ്പിലാവ് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ 34ാമത് വാർഷികം രംഗോലി 2024 വർണ്ണാഭമായി ആഘോഷിച്ചു. ഹസനിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കരിക്കാട് KK റീജൻസിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്.
കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നറും ഫിലിം സ്റ്റാറുമായ വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ ചെയർമാൻ ഉസ്മാൻ കല്ലാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ രജനി വാസുദേവൻ റിപ്പോർട്ട് വായിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ മുഖ്യാതിഥിയായി. മാനേജർ അബു മുസ്ലിയാർ, PTA പ്രസിഡന്റ് ഷാജു, ജമാൽ കരിക്കാട്, സീനിയർ സ്റ്റാഫ് രമണി ടീച്ചർ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, MA കമറുദ്ദീൻ, പ്രിൻസിപ്പാൾ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അക്കിക്കാവ് സാന്ത്വനം പാലിയേറ്റീവിലെ കിടപ്പിലായ രോഗികൾക്കായി വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ഭാരവാഹികളായ രാകേഷ് P. രാഘവൻ, MA കമറുദ്ദീൻ എന്നിവർ ചേർന്ന് വിൻസി അലോഷ്യസിൽ നിന്നും ഏറ്റുവാങ്ങി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. താങ്ക് യു. അപ്പം രംഗോലി കളേഴ്സിൻ്റെ ഒരു പ്ലേ ആണ് രംഗോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 34th ആനുവൽ സെലിബ്രേഷൻ നല്ലമീൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ 34th ആനുവൽ സെലിബ്രേഷൻ രംഗോലി കളർഫുൾ ആവട്ടെ, അടിപൊളിയാവട്ടെ. ഞാനത് ഔദ്യോഗികമായി ഇനാഗുറേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വേറെന്താ? എടക്കഴിയൂർ ലൈഫ് കെയർ ഹ്യൂമൻ ഓർഗനൈസേഷൻ 2024-2026 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സലിം തങ്ങൾ അധ്യക്ഷനായ യോഗത്തിൽ RV മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പുതിയ ഭാരവാഹികളായി മുജീബ് പുളിക്കുന്നത് പ്രസിഡന്റ്, ബദറുദ്ദീൻ നൂർമഹൽ സെക്രട്ടറി, ബാബു സ്കൈലാർ ട്രഷറർ, ഖലീൽ AP വൈസ് പ്രസിഡന്റ്, തൊൽഹത്ത് അബ്ബാസ് ജോയിന്റ് സെക്രട്ടറി, ഷഹീർ മൻസൂർ CA ഓഡിറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് അന്നാസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷിച്ചു. മങ്ങാട് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ അനിറ്റ വർഗീസ് അധ്യക്ഷയായി. PTA പ്രതിനിധി റോജി ജോർജ്, സ്കൂൾ ലീഡർ റൂബൻ റോബർട്ട്, സിസ്റ്റർ ടോം തെരേസ, അധ്യാപിക ബീന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. കലാപരിപാടികളോടെ ഇന്നത്തെ ദിവസം നമുക്ക് മനോഹരമാക്കാം. ദേശീയ വിരവിമുക്തി ദിനത്തിന്റെ നടത്തിപ്പിനായി വേലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സ്കൂൾ ടീച്ചർ, അങ്കണവാടി വർക്കർ, ആശാ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാര, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് വസന്ത എന്നിവർ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അക്ഷയ നന്ദി പറഞ്ഞു. നാടകങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് നേരെ ചൂണ്ടുന്ന വിരലുകളാണെന്ന് എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഡോക്ടർ VV ഹിക്മത്തുള്ള പറഞ്ഞു. അൻസാർ വനിതാ കോളേജിന്റെ തെസ്പിയാനിസം സെക്കൻഡ് നാടക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസങ്ങളിലായി നടന്ന നാടക ശില്പശാല വൈസ് പ്രിൻസിപ്പൽ ആരിഫ് അധ്യക്ഷത വഹിച്ചു. PR മാനേജർ മസൂദ്, നാടക പ്രവർത്തകൻ അസീസ് TP എന്നിവർ ആശംസകൾ നേർന്നു. ഡ്രാമ റിസോഴ്സ് പേഴ്സൺമാരായ സദറുദ്ദീൻ കാരക്കുന്ന്, അമീൻ കാരക്കുന്ന് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. സമാപന സെഷൻ അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അൻസാർ അറേന കോർഡിനേറ്റർ സജിത അധ്യക്ഷത വഹിച്ചു. തിരുവത്ര കുഞ്ചേരി GM LP സ്കൂൾ 96ാം വാർഷികാഘോഷവും സ്റ്റാർസ് പ്രീമിയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ GM LP സ്കൂളിൽ 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയാണ് കളിത്തീരം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ സമ്മാനദാനം നിർവഹിച്ചു. AEO KR രവീന്ദ്രൻ, BPC PS ഷൈജു, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് MA ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം, ഇടവേള കഴിഞ്ഞ്. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഗുരുവായൂർ യൂണിറ്റ് നഗരസഭയിൽ നിവേദനം നൽകി. ഏരിയ സെക്രട്ടറി K. ജോഫി കുര്യൻ, നഗരസഭാ ഉപാധ്യക്ഷ അനിഷ്മ ഷനോജിന് നിവേദനം കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് CD ജോൺസൺ, സെക്രട്ടറി PA അരവിന്ദൻ, NS സഹദേവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വഴിയോര വ്യാപാര നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, മാലിന്യം ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കുന്നത് ഒഴിവാക്കുക,
വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക, ലൈസൻസുകളുടെ കാലാവധി 5 വർഷമായി പുനർനിർണയിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ സാധാരണക്കാരെയും അവഗണിച്ചുകൊണ്ട് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെതിരെ തൃശൂർ മെഡിക്കൽ കോളേജ് NGO അസോസിയേഷൻ KGOU സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഷാജു VA, NGO ജില്ലാ കമ്മിറ്റി അംഗം ഷിബു PM, രഘുനാഥ് MG തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി MD കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആർട്സ് ഫെസ്റ്റിവൽ സിനിമാ താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 250-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആർട്സ് ക്ലബ് സെക്രട്ടറി വിനയ് അധ്യക്ഷത വഹിച്ചു. ആർട്സ് ഇൻചാർജ് മഞ്ജുഷ, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, യൂണിയൻ ചെയർമാൻ സച്ചിൻ, സ്വാശ്രയ വകുപ്പ് മേധാവി ഡോക്ടർ രാജീവ്, NAC കോർഡിനേറ്റർ ഡോക്ടർ ജിജി പോൾ, IQAC മേധാവി ഡോക്ടർ രാജി, യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ദിയ എന്നിവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. പറമ്പിൽ പുല്ലുവെട്ടുന്നതിന് നിലവിൽ പുല്ലുവെട്ടിയന്ത്രം ഉണ്ടെങ്കിലും മാൻപവർ കൂടി അനിവാര്യമാണ്. ഇനി മനുഷ്യ സഹായമില്ലാതെ തന്നെ ഞൊടിയിടയിൽ പുല്ലുവെട്ടി ക്ലീൻ ചെയ്യുന്ന സാങ്കേതികവിദ്യ എത്തിയിട്ടുണ്ട്. പന്നിത്തടത്ത് നിന്ന് അരവിന്ദൻ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചരമം ഗുരുവായൂർ മാണിക്യത്തുപടി പനക്കപ്പറമ്പിൽ ജയറാം ഭാര്യ ജയന്തി നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. ചാവക്കാട്ടെ അരി മൊത്ത വ്യാപാരിയായിരുന്ന മണത്തല ബേബി റോഡ് കണ്ടരാശ്ശേരി പരേതനായ വേലായുധന്റെ മകളാണ് പരേത. ധന്യ, അഖിൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറ്റുപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, ദമ്പതികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിലെ CNG ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. എളവള്ളിയിൽ ഹെലിപാഡ് നിർമ്മിക്കുമെന്ന് 2024-25 പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി സൗജന്യമായി 1.61 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തി വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. മദ്യലഹരിയിൽ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് അക്രമം നടത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർമാരെ പ്രതികൾ ആക്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഗുരുവായൂരിൽ TN പ്രതാപന്റെ കട്ടൌട്ട് ഉയർന്നു. കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം എണ്ണൽ സുഗമമാക്കാൻ പുതിയ കറൻസി എണ്ണൽ യന്ത്രമെത്തി. TVS ഗ്രൂപ്പാണ് ഗുരുവായൂരപ്പന് വഴിപാടായി വോട്ടെണ്ണൽ യന്ത്രം സമർപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് എൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കുന്നംകുളം.